അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, കരുണാമയൻ, പരമകാരുണികൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപഴിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വലങ്ങളിൽ സുഖിച്ച് ശയിക്കുന്ന അല്ലയോ മക്കാദേശമേ, സുന്ദരിയായിട്ടുള്ള മക്കാദേശമേ, നിനക്കായി പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ച് ധീരപുരുഷനാണ് ഉമർ ബിൻ അൽ ഖത്താബ്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ഏതായാലും ഇസ്ലാം സ്വീകരിച്ചു. ഗസാനിലെ ചക്രവർത്തി ജബല ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ പരിപൂർണമായിട്ട് അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിലേക്ക് ഇസ്ലാം കയറി ചെന്നിട്ടില്ല. മുസ്ലിമായിട്ടുണ്ടാകാം, വേഷഭൂഷാദികൾ മാറ്റിയിട്ടുണ്ടായിരിക്കാം, വന്ദന രീതികൾ മാറ്റിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇസ്ലാം ജന്മപുണ്യം കൊണ്ട് അന്തരാളത്തിലേക്ക് വന്ന് പതിക്കേണ്ടുന്ന ഒരു പുണ്യമാണത്. അതുണ്ടായില്ല. അതുകൊണ്ടാണ് തൻ്റെ ഉത്തരീയത്വം അറിയാതെ ഒരാൾ ചവിട്ടിയപ്പോൾ അയാളെ മുറിവേൽപ്പിച്ചത്, അയാളെ തല്ലിയത്, തല്ലി വീഴ്ത്തിയത്, ശക്തിയുമായിട്ട് പ്രഹരിച്ച് മുറിവേൽപ്പിച്ചത്. അയാളാണ് അവിടെ കിടക്കുന്നത്. ഈ സംഭവം ചെയ്ത് ജബാലയാണെന്ന് അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഭാവം, അഹങ്കാരം അതിനിയും പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം അയാൾ ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടില്ല, പരിപൂർണമായിട്ട് മുസ്ലിം ആയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഖലീഫ ഉമറിനെ പോലെ ഒരു വലിയ മനുഷ്യൻ്റെ മുമ്പിൽ വന്നിരുന്ന് ചെറിയവനാണെന്ന് തോന്നിയിട്ട്, താൻ വലിയ വിദ്യാസമ്പന്നനാണല്ലോ, ഞാൻ മുസ്ലിമായിട്ടോ എന്നെ എൻ്റെ നാട്ടിൽ ഗവർണറാക്കുക, നിങ്ങളുടെ ഗവർണറാക്കുമെന്ന് പറഞ്ഞത് ആരോട്? ഉമർ ബിൻ ഖത്താബിനോട്. ഒരു പക്ഷേ നബി തിരുമേനിയോട് പറഞ്ഞാൽ പോലും നബി തിരുമേനി എന്നാൽ പോയിട്ട് ആയിക്കോ എന്ന് പറഞ്ഞേനെ. പക്ഷെ ഉമറിനോട് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. പറ്റില്ലെന്ന് പറഞ്ഞു. നീ അതിനായിട്ടില്ല, അതിന് ക്വാളിഫൈഡ് ആയിട്ടില്ല, അർത്ഥിക്കുന്നവർക്ക് അധികാരമില്ല, അതുകൊണ്ട് നിനക്ക് അധികാരമില്ലെന്ന് മോത്തുകി പറയുക ചെയ്തു. ഏതായാലും ഈ പ്രവൃത്തി ഒരു പാവപ്പെട്ട മനുഷ്യനെ തൻ്റെ ഉത്തരേത്തുമ തൊട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ശക്തിയായിട്ട് പ്രഹരിച്ച് വീഴ്ത്തി, ചോരയൊൽപ്പിച്ച് വീഴ്ത്തിയ ജബലയുടെ പെരുമാറ്റം എല്ലാവരും ആക്ഷേപിച്ചു. അയാളുടെ ചെയ്തികളെ നിശിതമായിട്ട് വിമർശിച്ചു. അയാളെ ക്രൂരനാണെന്ന് മുദ്രകുത്തി ആ ക്രൂരതയെ കുറ്റപ്പെടുത്തി. പക്ഷേ ഇതൊന്നും അയാൾ കേൾക്കുന്നില്ല, കാരണം അഹങ്കാരം വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിന് ചക്രവർത്തിയില്ല. ഇസ്ലാമിൽ ഒരേ ഒരു രാജാവ്, ഒരേ ഒരു ചക്രവർത്തി, അള്ളാഹു മാത്രം. ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഉമറിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, അതിന് കാരണമുണ്ട്. ഇസ്ലാം സ്വീകരിക്കാതെ അവിടെ നിലനിൽപ്പില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ധിക്കാരപരമായിട്ടുള്ള മനോഭാവത്തിനൊരു കോട്ടം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും തനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അയാൾ കാബയുടെ പിടിച്ച് ധിക്കാര സ്വരത്തിൽ പറഞ്ഞത്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പറഞ്ഞില്ലേ അയാൾ എൻ്റെ മുഖത്ത് മേലെ ചവിട്ടിയപ്പോൾ അതുകൊണ്ട് വിട്ടുകളയാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ചക്രവർത്തിയാണ്, ഗസാനിലെ ചക്രവർത്തി ജബലയാണ് ഞാൻ. പറയുന്നത് എവിടെ വെച്ച്? കാവ്യയിൽ വെച്ച്, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച്. ഞാൻ ചക്രവർത്തിയാണ്. ആരുടെ ചക്രവർത്തി? ആർക്ക് ചക്രവർത്തി? കുറച്ചു മുമ്പ് അള്ളാഹുവിൻ്റെ അടിമയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബിൻ്റെ മുമ്പിൽ പോയിട്ട് എന്നെ ഒന്ന് ഗവർണറാക്കോ എന്ന് ചോദിച്ചവനാണ് പറയുന്നത് ഞാൻ ചക്രവർത്തിയാണെന്ന്.
എൻ്റെ മേലെ കയറി ചവിട്ടിയതല്ല, എൻ്റെ ഉത്തരേതുമ ചവിട്ടിയത് ഒരു ബദവി ചെക്കൻ, ബധു, ഒരു കാട്ടറബി എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്, ഒരു ബദവി ചെക്കൻ. പിന്നെ ഇവിടെ വെച്ചായതുകൊണ്ട് വലിയ മര്യാദയാണ് പറയുന്നത് കേട്ടോ ജബല. ഇവിടെ വെച്ചായതുകൊണ്ട് അവൻ്റെ കഥ ഞാൻ കഴിക്കില്ല, അല്ലെങ്കിൽ അവൻ്റെ ഞാൻ മുറിച്ച് കളഞ്ഞേനെ എന്നുള്ള അർത്ഥത്തിൽ, അവൻ്റെ കഴുത്ത് ഞാൻ മുറിച്ച് കളഞ്ഞേനെ എന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും ഈ ഒരു വിവരം അധികം താമസിയാതെ ഖലീഫയുടെ വീട്ടിലെത്തി. ഉടനെ തന്നെ ഉമർ ജബലയെ വിളിച്ചു വരുത്തി. ആ ഗ്രാമീണൻ, അയാൾ ബദവി ചെക്കൻ എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടിയെയും വിളിച്ചു വരുത്തി. കാര്യങ്ങൾ അന്വേഷിച്ചു. ആ പയ്യൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എന്ന്. നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരീയം നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു, ഇഴഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അറിയാതെ നമ്മൾ ചവിട്ടിയതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അതിൻ്റെ പേരിൽ അങ്ങനെ എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. എൻ്റെ ശരീരം കണ്ടില്ലേ, എൻ്റെ വസ്ത്രം കണ്ടില്ലേ, ചോരൽ കുളിച്ചിരിക്കുകയാണ്. കാര്യം മനസ്സിലാക്കി, സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ്, ലോകം കണ്ട ഏറ്റവും വലിയ നീതിപതി, ജബലയുടെ നേരെ തിരിഞ്ഞു. ജബല, കുറ്റക്കാരനാരാണെന്ന് മനസ്സിലായോ? ജബലയ്ക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ല, കാരണം മുമ്പിലിരിക്കുന്ന ഉമറാണ്, ഉമർ ബിൻ ഖത്താബ്, ഖലീഫ. കുറ്റക്കാരനാരാണെന്ന് മനസ്സിലായല്ലോ, നിങ്ങളാണ് കുറ്റം ചെയ്തത്. അത് കുറ്റം പെട്ടെന്ന് വരുന്ന ദേഷ്യം കൊണ്ടൊന്ന് പിടിച്ച് തള്ളി അല്ലെങ്കിൽ വഴി മാറി നിൽക്കട എന്ന് പറഞ്ഞതല്ല. ഒരാളെ കൊല്ലുന്ന പോലെയാണ് നിങ്ങൾ പ്രഹരിച്ചത്, കൊടും ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്. ആയതുകൊണ്ട് നിങ്ങളുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ അവനെ സമാധാനിപ്പിക്കുക, അവനെ സന്തോഷചിത്തനാക്കുക. അതിന് നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ വേറെ ചില പ്രതിക്രിയകൾ ഇവിടെയുണ്ട്, അതിലേക്ക് സന്നദ്ധനാകുക. ജബലയ്ക്ക് വിവരം മനസ്സിലായി, ചെയ്തു പോയ തെറ്റ് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനസ്സിൻ്റെ ഭാവത്തിൻ്റെ വൈകൃതം, അതാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ മുഖം വിവർണമായി. തൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അത് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് താൻ ചക്രവർത്തിയല്ല, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ആഢ്യത്വം നശിച്ചിട്ടില്ലാത്തൊരവസ്ഥ വന്നു ചേർന്നത്. അതുകൊണ്ട് ഈ പറച്ചിൽ ഉമറിന് മുമ്പിലായിട്ട് പോലും ഇത് കേട്ട സമയത്ത്, നിങ്ങൾ പ്രതിക്രിയയ്ക്ക് തന്നതിനാവുമെന്ന് കേട്ട സമയത്ത് അയാളുടെ മുഖം വിവർണമായി, വികാരാധീനനായി. ഇതൊന്നും അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മൗനമായിട്ട് നിന്ന് തലയുയർത്തി ഖലീഫയെ നോക്കി. അമീറുൽ മുഅ്മിൻ, അലിയോ ഖലീഫ, ഇത് എൻ്റെ ചിന്തകൾക്കപ്പുറമാണ്, എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമാണ്, വിപരീതമാണ്. താങ്കളെപ്പോലൊരാൾ, താങ്കൾ വലിയവനാണ്, ഞാനും വലിയവനാണ്. ഞാൻ ചക്രവർത്തിയാണ്, ഗസാനിലെ ചക്രവർത്തിയാണ്. ഒരു ബദവി ചെക്കനെ തല്ലിയതിൻ്റെ പേരിൽ അങ്ങേപ്പോലൊരാൾ എന്നോട് പറയുന്നു ഞാൻ വിചാരിച്ചില്ല. അവരൊരു തെരുവ് തണ്ടി മാത്രമല്ലേ. അങ്ങ് രാജാവാണ്, ഞാനും രാജാവാണ്. അങ്ങിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു തെരുവ് തണ്ടി ചെയ്തതിന് എന്നോട് പ്രതികാരം ചെയ്യുകയോ? ഖലീഫ ഉമർ, അങ്ങ് മനസ്സിലാക്കണം, ഞാൻ രാജാവാണ്. അവനൊരു തെരുവ് തണ്ടിയും പദവിച്ചക്കനും. ഉമർ ബിൻ ഖത്താബ് ധരിച്ച വേഷം കീറക്കുപ്പായമായിരിക്കും. കിടന്നുറങ്ങാൻ ഒരു കൂര മാത്രമാണ് ഉണ്ടായിരിക്കുക. അവനവൻ തീർത്തു വെച്ചൊരു കൂര, ഷേപ്പില്ലാത്തൊരു കൂര. പട്ടുമെത്തകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം 1 കോടി ഖനികളിലെ സ്വർണത്തിൻ്റെ അവകാശിയാണ്. അത്രയും അമൂല്യമായിട്ടുള്ള രത്നത്തിൻ്റെ സമ്പത്തിന് അവകാശിയാണ് ഖലീഫ ഉമർ. അതെന്താണ് ആ സമ്പത്ത്? അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ശിഷ്യത്വം. ആ കാൽച്ചോട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത്.
അതാണ് ഉമറിൻ്റെ സമ്പത്ത്. ഉമറിനറിയാം ഈ ലോകത്തിൽ സർവ്വജീവജാലങ്ങളും അള്ളാഹുവിൻ്റെ അടിമയാണ്. ആരുടെയും ആത്മാവ് അവങ്കനിലാണ്. ആയതുകൊണ്ട് തന്നെ രണ്ട് തരം പൗരന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ നീ ലോകത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഭരിക്കുന്ന ഉമറിന് ചിരിയാണ് വന്നത്, ദേഷ്യമല്ല വന്നത്. അള്ളാഹുവിൻ്റെ വാളാണ്. ഗസാനിലെ രാജാവായിരുന്ന ജബല, കേൾക്കുക, ഇവിടെ രണ്ട് തരം പൗരന്മാരില്ല. ഇവിടെ ഭരണാധികാരിയും ഭരണീയനും ഭരിക്കപ്പെടുന്നവനും അങ്ങനെയൊന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രം. ഇവിടെ രാജാവ് സാധാരണക്കാരൻ രണ്ട് തട്ടിലല്ല. പക്ഷെ ഓരോരുത്തരോട് ജോലി ചെയ്യുന്നു എന്ന് മാത്രം. ഈ നിൽക്കുന്ന നിങ്ങളും ഞാനും, ഇപ്പുറത്ത് നിങ്ങൾ പറഞ്ഞില്ലേ പദവിച്ചക്കൻ, അവനും എല്ലാം ഒരേ നിരയുള്ളവരാണ്. ഇസ്ലാം എവിടെയെല്ലാം കയറി ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അസമത്വം അവസാനിപ്പിച്ചു വച്ചിട്ടുണ്ട്. അവിടെ വെളുത്തവൻ കറുത്തവൻ, ധനികൻ ദരിദ്രൻ, രാജാവ് പ്രജ, അങ്ങനെയുള്ള വിവേചനമില്ല. അതാണ് ആദ്യം ഏതൊരു രാജ്യത്ത് അതീശത്വം കിട്ടിയാലും ആദ്യം ഇസ്ലാം ചെയ്യുന്ന അതാണ്. ഒരു മുസ്ലിമിന് ഇസ്ലാമിൻ്റെ എവിടെയും എത്താം, അവിടെ വിവേചനമില്ല. ഇതൊന്നും താങ്കൾക്കറിയില്ലേ ജബല? ഇതാണ് ഖലീഫ ചോദിച്ചത്. അലിയോ ഖലീഫ ഉമർ, എനിക്ക് പ്രതാപമുണ്ടായിരുന്നു, ഞാൻ രാജാവായിരുന്നു, ഗസാനിലെ രാജാവായിരുന്നു, ഞാൻ ചക്രവർത്തിയായിരുന്നു ഞാൻ. അതോടൊപ്പം തന്നെ ഇസ്ലാമും കൂടി സ്വീകരിച്ചാൽ ആ പ്രൗഢി ഒന്നും കൂടി ഉയരും. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. എന്തെങ്കിലും കിട്ടും എന്ന് കരുതിയിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ചുരുക്കം. അത് പേരായിരിക്കാം, പെരുമയായിരിക്കാം, രാജാധികാരമായിരിക്കാം, സമ്പത്തായിരിക്കാം. അത് വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നവൻ അവനെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റുമോ? ഏതായാലും ഇദ്ദേഹം പറയുന്നു, ഞാൻ ചക്രവർത്തിയാണ്, ഇസ്ലാം സ്വീകരിച്ച ഒന്നുകൂടി എൻ്റെ പ്രൗഢി മേലോട്ട് ഉയരും, എൻ്റെ പ്രതാപം വർദ്ധിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. അതുണ്ടായില്ല. എന്നാലിപ്പോൾ ഉള്ള അന്തസ്സും കൂടി, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉള്ള അന്തസ്സും കൂടി പോകാൻ പോവുകയാണ്. ഇവിടെ കൂടി നിൽക്കുന്ന സാധാരണക്കാരെ പോലെ എന്നെ കണക്കാക്കുന്നു അല്ലേ? ജബല, നോക്കുക, നമ്മളെല്ലാവരും സൃഷ്ടികളാണ്. സ്രഷ്ടാവ് ഒന്നേ ഉള്ളൂ, അവൻ ഏകനാണ്. നമ്മളെല്ലാവരുടെയും ആത്മാവ് അവൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവൻ്റെ അടിമകളാണ്. നമ്മളെല്ലാവരും തുല്യരാണ്. സകലരും ദൈവത്തിൻ്റെ അടിമകളാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകക്കാരാരുമില്ല. ഇസ്ലാമിൽ അങ്ങനെയില്ല. വെളുത്തവനില്ല, കറുത്തവനില്ല, കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ല, പണക്കാരനും പാവപ്പെട്ടവനുമില്ല, എല്ലാവരും സമന്മാർ. എന്നാൽ ചിലർക്ക് അന്തസ്സ് കൂടുതലാണ്. അത് സൽസ്വഭാവത്തിൻ്റെ പേരില്ല. അവൻ നല്ലവനാട്ടോ, അതിൻ്റെ പേരിൽ കുറച്ചൊരു ഉയരം വയ്ക്കും, അത്രമാത്രം. ഉത്കൃഷ്ട ഗുണങ്ങളാണ് വാസ്തവത്തിൽ ഇസ്ലാമിലെ മാന്യതയുടെ മാനദണ്ഡം അളക്കാനുള്ള കോല്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരനെ വേദനിപ്പിച്ചവൻ അവൻ ശിക്ഷാർഹനാണ്, അവൻ ശിക്ഷ വാങ്ങിച്ചേ മതിയാകും. അതുകൊണ്ട് അന്തസ്സ് വേണമെങ്കിൽ അല്ലയോ ജബല, ഈ ഗ്രാമീണനെ സമാധാനിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ഒരുങ്ങുക, പരസ്യമായിട്ട് ഇസ്ലാമിൽ പറഞ്ഞ ശിക്ഷ ഏറ്റുവാങ്ങാൻ പ്രതിക്രിയ നടപ്പാക്കുക തന്നെ ചെയ്യും. ഉമറിൻ്റെ പ്രഖ്യാപനമാണത്.
ഖലീഫ ഉമറിൻ്റെ പ്രഖ്യാപനമാണ്. അങ്ങനെയാണ് എൻ്റെ മുൻഭാഗത്തേക്ക് ഞാൻ തിരിച്ചു പോകും. അതോടുകൂടി ഇസ്ലാം അങ്ങോട്ട് നശിക്കും. ഒരു നൊച്ചനെലി ഹിമാലയത്തോട് പറയുകയാണ്, നിന്നെ ഞാൻ തുരന്ന് ഇല്ലാതാക്കുമെന്ന്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ തുരക്കുന്ന നൊച്ചനെലികളുണ്ട്, തുറന്നുകൊണ്ടിരിക്കും. ഈ എന്ത് തുരക്കൽ, ഹിമാലയം തുറന്ന പോലെ. അവസാനം എൻ്റെ ചുണ്ട് മുറിയും, പല്ലിൻ്റെ കാഠിന്യം കുറയും, അതവിടെ ചത്തുപോകും ആ നൊച്ചനെലി. ഇതുവരെയാണ് ഗസാൻ രാജാവ് പറഞ്ഞത്, എനിക്ക് സ്പെഷ്യൽ കിരീടവും സ്പെഷ്യൽ സ്ഥാനവും സിംഹാസനവും തന്നിട്ട് ഞാൻ തിരിച്ചു പോകും. ഗസാൻ ഇവിടെ വന്നതുകൊണ്ട് ഇസ്ലാം ഉയരുന്നില്ല. ഗസാൻ പോയതുകൊണ്ട് ഇസ്ലാം തളരുന്നുമില്ല. അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല. ഇനി നിങ്ങൾ ക്രിസ്ത്യാനിയാകുകയാണെങ്കിൽ മതപരിത്യാഗത്തിനുള്ള ശിക്ഷ, നിങ്ങളിനി ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല. മതപരിത്യാഗത്തിൻ്റെ ശിക്ഷ അതാണ്. അത് ഞാൻ നിങ്ങൾക്ക് നൽകും. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഉമറ പ്രഖ്യാപിച്ചത്. ഇത് കേട്ടപ്പോൾ ഗസാനിലെ പഴയ രാജാവ് ജബല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി എനിക്ക് അവധി തരൂ, ഞാൻ ചിന്തിച്ചിട്ട് എൻ്റെ നിലപാട് വ്യക്തമാക്കാം. ശരി, അതിന് വിരോധമില്ല. ഉമർ അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അൽഹംദുലില്ലാഹ്.